ഞങ്ങൾ ഈ ഒരു ജുബ മേടിച്ച് മിമിക്രിക്കാരനായിട്ട് ഇറങ്ങിയ ഓരോ മിമിക്രിക്കാരോടും നാട്ടുകാർ എന്നാണ് സിനിമയിലെത്തുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുകളിൽ ഒരു ബാധ്യതയായി അടിച്ചേൽപ്പിച്ച ഒരു നടൻ, ഈ നർമ്മവും ഹാസ്യവുമൊക്കെ തൊഴിലാക്കി ഇറങ്ങുന്നവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാക്കി തന്നൊരു നടൻ, ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് പത്രം ഇന്ത്യയിലുള്ളത് എഴുതി ദ മോസ്റ്റ് വാണ്ടഡ് സപ്പോർട്ടിംഗ് ആക്ടർ ഇൻ സൗത്ത് ഇന്ത്യ എന്ന്. മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നായകന്മാരിൽ ഒരാളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് പത്മശ്രീ ജയറാം. മമ്മൂക്ക വേദിയിൽ വെച്ച് പറഞ്ഞു അബുദാബിയിൽ ആദ്യമായിട്ട് എത്തിയത് 1987 അപ്പോൾ ഞാൻ മമ്മൂക്കയേക്കാൾ ഒരു വർഷം സീനിയറാണ് ആ കാര്യത്തിൽ. 1986 കലാഭവൻ്റെ മിമിക്സ് പരേഡുമായിട്ട് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിൽ എത്തുന്നത്. ഒരുപാട് സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നൊരു നിമിഷമാണിത്. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് 2000 ഒരു ചിങ്ങമാസത്തിൽ കൈരളിയുടെ തുടക്കത്തിൽ ഇതേപോലത്തെ ഒരു വേദിയിൽ ആദ്യമായി എൻ്റെ ചെണ്ടയുടെ താളം വീണുകൊണ്ടാണ് കൈരളിക്ക് ഒരു ജന്മം. അവിടെ നിന്നാണ് കൈരളി തുടങ്ങുന്നത്. അന്ന് അവിടെ സംഭവിച്ച എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നൊരു കാര്യം, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൈരളിയുടെ തുടക്കം തലേ ദിവസം റിഹേഴ്സലിന് സ്റ്റേജിൽ ഇതേപോലെ വേദിയിൽ ഞാൻ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോല് തെറിച്ചങ്ങോട്ട് പോയി വേദിയിൽ. പെട്ടെന്ന് ഒരാൾ അത് വന്നെടുത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നു. മുറുക്കെ പിടിച്ചോളൂ, കളയണ്ട, എൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഒരു ചെണ്ട എന്ന് പറയുന്ന ഞാൻ സ്നേഹിക്കുന്ന അത് ഒരു പ്രൊഫഷനാക്കി ജീവിതത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് തുടങ്ങിയ ആദ്യത്തെ ഒരു വേദിയായിരുന്നു കൈരളിയുടേത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ തന്നത്, അന്നത്തെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്നത് മമ്മൂക്കയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് കൈരളിയുടെ വേദിയിലൊന്ന് ചെണ്ട കൊട്ടു എന്ന് പറയുന്നത്. അതായിരുന്നു ജീവിതത്തിൽ ഒരു പ്രൊഫഷനായിട്ട് ഇത് കൊണ്ടു കിടക്കാനുള്ള തുടക്കം. ഒരുപാട് സന്തോഷം, അഭിമാനം. ഈ 25 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ നിൽക്കാൻ കഴിയുന്നതിൽ അഭിമാനം, സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയറാം ഏട്ടാ.